കോട്ടയം ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ആചാരമുണ്ട്. അതാണ് ഇനി പരിചയപ്പെടുന്നത്. ഭദ്രകാളി ഭഗവതിയുടെ കോപമടക്കാൻ വിഷ്ണുവാഹനം ഗരുഡൻ കോട്ടയം ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിൽ തിരികെ എത്തി. ഭദ്രകാളി ക്ഷേത്രത്തിലെ അനുഷ്ഠാന കലയായ ഗരുഡൻ തൂക്കം 70 വർഷത്തിനു ശേഷമാണ് പള്ളം ചെറുവള്ളിക്കാവിൽ അരങ്ങേറിയത്. വർഷം മുമ്പ് അവസാനമായി നടന്ന ഒരു ഗരുഡൻ തൂക്കത്തിന്റെ ഗതകാല സ്മരണകളുടെ കേട്ടറിവുണ്ട് കോട്ടയം പള്ളത്തെ ചെറുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്ര ഭക്തർക്ക്. ഈ മണ്ഡല മഹോത്സവത്തിൽ ഓർമ്മകൾക്ക് വീണ്ടും നിറം ചാർത്തി ദേശക്കാർ. ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ അനുഷ്ഠാന കലാരൂപമായ ഗരുഡൻ തൂക്കം ദേശത്തെയൊന്നാകെ കോരിത്തരിപ്പിച്ച് അരങ്ങേറി. ഭക്തിയുടെയും അനുഷ്ഠാനത്തിന്റെയും വ്യത്യസ്താനുഭൂതി. ഗരുഡൻ തൂക്കം അഥവാ ഗരുഡൻ പുറപ്പാട് എന്ന അനുഷ്ഠാന കലയ്ക്ക് പിന്നിലുള്ള വിശ്വാസം ഭദ്രകാളിയുടെ ദാരിക വധവുമായി ബന്ധപ്പെട്ടാണ്. വധത്തിനു ശേഷം രക്തദാഹിയായി കലിതുള്ളി നിന്ന ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കുന്നതിനു വേണ്ടി മഹാവിഷ്ണു തന്റെ വാഹനമായ ഗരുഡനെ ദേവിയുടെ സമീപത്തേക്ക് അയച്ചു. കാളിദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായി ഗരുഡൻ ദേവിയുടെ തിരുമുമ്പിൽ നൃത്തം ചെയ്യുകയും തന്റെ രക്തം അർപ്പിക്കുകയും ചെയ്തുവത്രേ. ഗരുഡന്റെ രക്തം പാനം ചെയ്തതിനു ശേഷമാണ് കാളിയുടെ കോപത്തിന് ശമനമുണ്ടായതെന്നാണ് ഐതിഹ്യം. ക്ഷേത്രാങ്കണത്തിൽ വൈകിട്ട് കേളിയോടുകൂടി ഗരുഡൻ പുറപ്പാടിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി. വിളക്കുവയ്പ്, ദക്ഷിണ തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം ഗരുഡൻ പയറ്റ. തുടർന്ന് മേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ഗരുഡൻ പുറപ്പാട്. പയറ്റിക്കളിച്ച് 2 ഗരുഡന്മാർ രാത്രിയിൽ ക്ഷേത്രത്തിലെത്തി. ശേഷം മാലനോട്ടത്തോടെയാണ് ചടങ്ങ് കലാശിച്ചത്. പള്ളം ചെറുവള്ളിക്കാവിലമ്മയുടെ മണ്ഡല മഹോത്സവത്തിന് സമാപനമായി. പള്ളത്തെ യുവതലമുറ നവധ്വനിയുടെ ശീർഷകത്തിൽ അവതരിപ്പിച്ച ഇരട്ട ഗരുഡൻ പ്രയാണം നാടിനെയാകെ ഭക്തി സാന്ദ്രമാക്കി പുതിയ ഒരു അനുഭവമായി മാറി. ഉത്സവങ്ങളിൽ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന പരിപാടികളുടെ വൈവിധ്യത്തിലും ഈ യുവതലമുറ നൽകുന്ന നിവേദ്യത്തിന്റെ വൈവിധ്യത്തിലും ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. കീഴൂർ കളരിയാശാൻ KS പുരം തങ്കപ്പൻ നായരുടെ ശിഷ്യൻ KS പുരം രാജേഷ് കുമാറും സംഘവുമാണ് ഗരുഡൻ തൂക്കം അവതരിപ്പിച്ചത്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഇത്തരം ഗരുഡൻ തൂക്കം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. ജനം, കോട്ടയം. ഗരുഡൻ തൂക്കം വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു വിശേഷണമാണ് കോട്ടയത്തു നിന്ന് വന്നത്.